ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന ചരക്ക് കപ്പലാണ് വെള്ളിയാഴ്ച വിഴിഞ്ഞം തീരമടുക്കുക. ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മിസ്കിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന ചരക്കു കപ്പൽ ചൈനയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. മദർഷിപ്പാണ്. സിംഗപ്പൂർ, കൊളംബോ തുറമുഖങ്ങളിലെ തിരക്ക് വിഴിഞ്ഞം തുറമുഖത്തിന് അനുകൂലം എന്നാണ് വിലയിരുത്തൽ. ഇനി അങ്ങോട്ട് വിഴിഞ്ഞം വെച്ചടി കയറ്റമായിരിക്കും. റിപ്പോർട്ട്. മെഴ്സ്കിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന ചരക്കു കപ്പലിൽ 1500-ലധികം കണ്ടെയ്നറുകൾ ഉണ്ടാകും. ചൈനയിൽ നിന്നും കൊളംബോ വഴി യൂറോപ്പിലേക്ക് പോകാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. വിഴിഞ്ഞത്ത് അവസരമുണ്ടെന്നറിഞ്ഞതോടെ കമ്പനി റൂട്ട് മാറ്റി. ബുധനാഴ്ച രാത്രിയോടെ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് പുറം കടലിലെത്തും. വ്യാഴാഴ്ച രാവിലെ ബെർത്തിൽ അടുപ്പിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ട്രയൽ റൺ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറമെ കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളും പങ്കെടുക്കും. വെള്ളിയാഴ്ച വൈകിട്ടോടെ കപ്പൽ യൂറോപ്പിലേക്ക് തിരിക്കുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നാലെ ചരക്കു കയറ്റാൻ ചെറു കപ്പലുകളും വിഴിഞ്ഞത്തേക്കെത്തും. ഈ മാസം തന്നെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതടക്കം കൂടുതൽ കപ്പലുകൾ എത്തുമെന്ന് അദാനി പോർട്സ് അറിയിച്ചു. സിംഗപ്പൂർ, കൊളംബോ തുറമുഖങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് വിഴിഞ്ഞത്തിന് അനുകൂലമാകും. ചരക്കിറക്കാൻ മറ്റു തുറമുഖങ്ങളിൽ ദിവസങ്ങൾ കാത്തുകിടക്കുന്നത് കപ്പൽ കമ്പനികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. വിഴിഞ്ഞത്തേക്ക് കൂടുതൽ കമ്പനികളെത്താൻ ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.